നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ സർവീസ് ആരംഭിച്ചു. കോഴിക്കോട് നിന്ന് സർവീസ് ആരംഭിച്ച ബസിന്റെ ഡോർ അടയാതിരുന്നതിനാൽ യാത്രക്കാരിൽ ഒരാളുടെ ബാഗിന്റെ വള്ളി ഉപയോഗിച്ച് ഡോർ കെട്ടിവെച്ചായിരുന്നു ആദ്യ മണിക്കൂറിലെ യാത്ര. പിന്നീട് സുൽത്താൻ ബത്തേരി ഡിപ്പോയിലെത്തിയാണ് തകരാർ പരിഹരിച്ചത്. പുലർച്ചെ 4 മണിയോടെ സർവീസ് ആരംഭിക്കുമെന്നാണ് അറിയിച്ചതെങ്കിലും അരമണിക്കൂർ വൈകിയാണ് KSRTC കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് ബസ് പുറപ്പെട്ടത്. യാത്ര തുടങ്ങി അല്പസമയത്തിനകം തന്നെ ബസിന്റെ ഹൈഡ്രോളിക് ഡോർ തനിയെ തുറക്കാൻ തുടങ്ങി. എമർജൻസി എക്സിറ്റ് സ്വിച്ച് ഓണായി കിടന്നതായിരുന്നു പ്രശ്നത്തിന് കാരണം. കാരന്തൂരെത്തിയപ്പോൾ യാത്രക്കാരിൽ ഒരാളുടെ ബാഗിന്റെ വള്ളി ഉപയോഗിച്ച് ഡോർ കെട്ടിവെച്ചായിരുന്നു യാത്ര തുടർന്നത്. പിന്നീട് ബത്തേരി ഡിപ്പോയിലെത്തി പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. രാവിലെ 4-ന് പുറപ്പെട്ട് താമരശ്ശേരി, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മൈസൂർ വഴി ഉച്ചയ്ക്ക് 11:30 ബാംഗ്ലൂരിലെത്തുന്ന രീതിയിലാണ് സമയവും റൂട്ടും ക്രമീകരിച്ചിരുന്നത്. വൈകി യാത്ര ആരംഭിച്ചതിനാലും ഇടയ്ക്ക് പ്രതിസന്ധി നേരിട്ടതിനാലും ബാംഗ്ലൂരിലെത്താൻ വൈകാനാണ് സാധ്യത. ഉച്ചയ്ക്ക് 2:30 ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട് രാത്രി 10:05 ബസ് തിരികെ കോഴിക്കോടെത്തും. എൻഡ് ടു എൻഡ് നിരക്കാണ് ടിക്കറ്റിന് ഈടാക്കുന്നത്. അതായത് എവിടെ നിന്ന് കയറി എവിടെ ഇറങ്ങിയാലും 1171 രൂപ നൽകണം. 5% GST, റിസർവേഷൻ നിരക്ക്, പേയ്മെന്റ് ഗേറ്റ്വേ എന്നിവ ഉൾപ്പെടെ ആകെ 1256 രൂപയാകും. യാത്രക്കാർക്കായി 25 സീറ്റുകളാണ് ബസ്സിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. നവകേരള സദസ്സിന്റെ സമയത്ത് മുഖ്യമന്ത്രി ഉപയോഗിച്ചിരുന്ന കറങ്ങുന്ന സീറ്റ് മാറ്റി പകരം സാധാരണ സീറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ലിഫ്റ്റ്, ശുചിമുറി, TV, AC തുടങ്ങിയ കാര്യങ്ങൾ പഴയതുപോലെ നിലനിർത്തിയിട്ടുമുണ്ട്. ജനം, കോഴിക്കോട്.